അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 47. അതിൽ വിശ്വസിക്കാത്തവരെയും അതിൻ്റെ എതിരാളികളെയും അതിലെ ഓരോ ഇനങ്ങളും വെവ്വേറെ പെറുക്കി എടുത്ത് അവരുടെ അടുക്കൽ സുസമ്മതമായ ഒരടിസ്ഥാനത്തിൽ തല കുലുക്കി സമ്മതിപ്പിക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല. അതിനു പരിശ്രമിക്കുന്നത് പലപ്പോഴും പാഴ്വേലയായിരിക്കും. ചില തത്വങ്ങളെപ്പറ്റി അയുക്തികമെന്നോ മറ്റോ വിധി കൽപ്പിച്ചു തള്ളിക്കളയുവാൻ അത് കാരണമാകും. മാത്രമല്ല, ഈ സാഹസത്തിന് മുതിരുന്നവർ ചിലപ്പോൾ ചില യാഥാർത്ഥ്യങ്ങളെ വളച്ചു തിരിച്ചു ഒപ്പിച്ചു കാണിച്ചു കൊടുക്കുവാനോ ചില വിട്ടുവീഴ്ചകളോടുകൂടി യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുവാനോ നിർബന്ധിതരായെന്നു വരും. നിരീശ്വരവാദിയായ ഒരുവനോട് തൗഹീദിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചോ പരലോക കാര്യങ്ങളെക്കുറിച്ചോ നമസ്കാരം, നോമ്പ് മുതലായവയെക്കുറിച്ചോ വേദമോതിയിട്ടു കാര്യമില്ല. ആദ്യമായി ലോകത്തിന് ഒരു സ്രഷ്ടാവുണ്ടെന്നതിൻ്റെ തെളിവുകളും അതിനുശേഷം ആ സ്രഷ്ടാവിൻ്റെ അനിവാര്യമായ ഗുണങ്ങളും ബോധ്യപ്പെടുത്തണം. അനന്തരം ഒരു മതത്തിൻ്റെ ആവശ്യം, പ്രവാചകന്മാരുടെ ആവശ്യം, വേദഗ്രന്ഥത്തിൻ്റെ ആവശ്യം, അവയുടെ സാധ്യത, സംഭവ്യത എന്നിങ്ങനെ പലതും അയാൾക്ക് വിശ്വാസ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഖുർആൻ ദൈവഗ്രന്ഥമാണെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ തിരുദൂതനാണെന്നുമുള്ളതുവരെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഖുർആനിലെ ഓരോ തത്വവും ഓരോ നിയമവും തൊട്ടെണ്ണി അയാളുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമാക്കുവാൻ നിവൃത്തിയുള്ളൂ. അല്ലാത്തപക്ഷം ഏതോ ചില കാര്യങ്ങൾ അയാളുടെ മനഃസ്ഥിതിക്കും താൽപര്യത്തിനും യോജിച്ചവ മാത്രം അയാൾക്ക് സമ്മതിക്കുവാൻ സാധിച്ചേക്കുമെങ്കിലും പലതും അയാളെ സമ്മതിപ്പിക്കുവാൻ കഴിയാത്തവയായിരിക്കും.